എല്ലാവർക്കും എജുടെക്കിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 10th സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ലെറ്റസ് അസസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അവസാന പോർഷൻ വരെ പറഞ്ഞു നിർത്തിയായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ലെറ്റസ് അസസ് ആണ്. 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ 8 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സാണ് പറയാൻ പോകുന്നത്. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഒരുമിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എക്സാമിൻ ദ ഡേറ്റ ഗിവൺ ഇൻ ദ ടേബിൾ. ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദി ഗ്യാസ് ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒരു പറഞ്ഞിട്ടുള്ളത് ആ ടേബിളിനകത്ത് നിങ്ങൾക്ക് പട്ടികയ്ക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. അവിടെ പറഞ്ഞിട്ടുണ്ട് താപനില, അതുപോലെ തന്മാത്രകളുടെ എണ്ണം എന്നിവ സ്ഥിരമാക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നിരിക്കുന്നത് ഇതൊക്കെയാണ്. പ്രഷറും വോളിയവുമാണ് തന്നിരിക്കുന്നത്. പിയും വിയുമാണ് തന്നിരിക്കുന്നത്. പ്രഷറും വോളിയവും, മർദ്ദവും വ്യാപ്തവും തന്നിട്ടുണ്ട്. 1 atm പ്രഷർ, മർദ്ദം ATM-ലും അതുപോലെ വോളിയം ലിറ്ററിലുമാണ് കൊടുത്തിരിക്കുന്നത്. 1 atm പ്രഷർ, then 2 atm pressure, then 4 atm pressure. 1 atm പ്രഷറിലായിരിക്കുമ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 8 ലിറ്റർ ആണ്. 2 atm ആയിരിക്കുമ്പോൾ 4 ആണ്. 4 atm ആകുമ്പോൾ 2 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് പി ഇൻറ്റു വി. പി വി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. പി വി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. പി വി വാല്യൂ എന്ന് വെച്ചാൽ അറിയാലോ, പി വി വില കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? 1 × 8. അപ്പോൾ ഒന്നാമത്തെ പി വി വാല്യൂ 8 എന്ന് കിട്ടും. സെക്കൻഡ് പി വി വാല്യൂ 2 × 4 8 എന്ന് കിട്ടും. 4 × 2 8. അപ്പോൾ പി വി വാല്യൂ എപ്പോഴും എത്ര തന്നെയാണ്? 8 തന്നെ. സോ പി ഇൻറ്റു വി വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, 8 തന്നെയാണ്. വിച്ച് ഈസ് എ ഗ്യാസ് ലോ റിലേറ്റഡ് ടു ദിസ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാതക നിയമം ഏതായിരിക്കട്ടെ? പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്. പി വി എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. അത് ഏത് വാതക നിയമമാണ്? ബോയിൽസ് ലോ ആണ്. ബോയിൽ നിയമമാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിൽ പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും വില കൊടുത്തിട്ടുണ്ട്. പി വി വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചു അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ the volume of a fixed mass of gas is inversely proportional to pressure. That the law is called the Boyle's law. Okay, സ്ഥിരമായ താപനിലയിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതനുസരിച്ച് പി വി എന്ന് പറയുന്നത് പി ഇൻറ്റു വി വാല്യൂ എന്ന് പറയുന്നത് സ്ഥിരസംഖ്യ ആയിരിക്കും. ഇവിടെ നമുക്ക് ഇനി പി വി വാല്യൂ ഇസ് എ കോൺസ്റ്റന്റ്. സോ ഇത് ഏത് വാതക നിയമമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ: അനലൈസ് ദ സിറ്റുവേഷൻസ് ഗിവൻ ബിലോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഗ്യാസ് ലോ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വാതക നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എ ബലൂൺ ഈസ് ബീയിങ് ഇൻഫ്ലാറ്റഡ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് എ ബലൂൺ ഈസ് ബീയിങ് ഇൻഫ്ലാറ്റഡ്. നമ്മളൊരു ബലൂണിൽ വായു നിറയ്ക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട വാതക നിയമം. ബലൂണിലേക്ക് വായു നിറയ്ക്കുന്നു മീൻസ് വാട്ട് ഹാപ്പൻസ് ഇസ് വോളിയം ഇൻക്രീസസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ? വ്യാപ്തവും കൂടുന്നു, തന്മാത്രകളുടെ എണ്ണവും കൂടുന്നു. അങ്ങനെ തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു. ഏത് വാതക നിയമമാണ്? അവോഗാഡ്രോസ് ലോ ആണ്. അവോഗാഡ്രോ നിയമമാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? അവോഗാഡ്രോസ് ലോ ആണ്. എ ബലൂൺ ഈസ് ബീയിങ് ഇൻഫ്ലാറ്റഡ്. ദെയർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. അവിടെ പ്രഷറിലോ ടെമ്പറേച്ചറിലോ മാറ്റം ഉണ്ടാകുന്നില്ല. അവിടെ ഉണ്ടാകുന്ന മാറ്റം എന്തിനാണ് വരുന്നത്? നമ്മൾ തന്മാത്രകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ബലൂൺ വലുതായി വീർത്ത് വരികയാണ്. അതിൻ്റെ വോളിയം കൂടി വരികയാണ്. സോ ദ ലോ റിലേറ്റഡ് ടു ദിസ് സിറ്റുവേഷൻ ഈസ് അവോഗാഡ്രോസ് ലോ. അവോഗാഡ്രോ നിയമമാണ്. വെൻ ഇൻഫ്ലാറ്റഡ് ബലൂൺ ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ദ സൈസ് ഡിക്രീസസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ വെൻ ആൻ ഇൻഫ്ലാറ്റഡ് ബലൂൺ ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ, നമ്മൾ വായു നിറച്ച ബലൂൺ നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളത്തിലോട്ട് താഴ്ത്തുമ്പോൾ അതിൻ്റെ സൈസ് കുറഞ്ഞു വരും. താഴ്ത്തുന്നതിനനുസരിച്ച് സൈസ് കുറഞ്ഞു വരുന്നു. അപ്പോൾ അവിടെ ഏത് വാതക നിയമമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അക്വേറിയത്തിൻ്റെ കേസ് പറഞ്ഞായിരുന്നു. അവിടെ ഏത് നിയമമാണ്? ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം. നമ്മൾ വെള്ളത്തിനുള്ളിലേക്ക് താഴ്ത്തുമ്പോൾ പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുമ്പോൾ പ്രഷർ കുറയുകയല്ല, പ്രഷർ കൂടുന്നു. പ്രഷർ കൂടുമ്പോൾ വ്യാപ്തം കുറഞ്ഞു വരുന്നു. സോ ദ ഗ്യാസ് ലോ റിലേറ്റഡ് ടു ദ സെക്കൻഡ് സിറ്റുവേഷൻ ഈസ് ബോയിൽസ് ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മൾ അക്വേറിയത്തിൻ്റെ കേസ് പറഞ്ഞായിരുന്നു. നമ്മൾ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് എയർ ബബിൾസിൻ്റെ സൈസ് കൂടി വരുന്നു. ഇവിടെ താഴോട്ട് പോകുമ്പോൾ പ്രഷർ കൂടുന്നത് കൊണ്ട്, നമ്മൾ ബലൂണിനെ താഴ്ത്തുമ്പോൾ പ്രഷർ കൂടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ വോളിയം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ദ ലോ റിലേറ്റഡ് ടു ദ സെക്കൻഡ് സിറ്റുവേഷൻ ഈസ് ബോയിൽസ് ലോ. ബോയിൽ നിയമമാണ്. We are moving to the next question. Certain data regarding various gases kept under the same conditions of temperature and pressure are given below. ഒരേ താപനിലയിലും മർദ്ദത്തിലും വച്ചിരിക്കുന്ന വാതകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം.
എന്തൊക്കെയാണ് ആ പട്ടികയിലുള്ളത് നോക്കാം. അത് ഇവിടെ ഉള്ളത് ഗ്യാസ്, ആദ്യം ഉള്ളത് വാതകമാണ്, ദെൻ ഉള്ളത് വോളിയമാണ്, ബി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ, വോളിയമാണ്. പിന്നെ ഉള്ളത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഞാൻ തൽക്കാലം എന്ന് എഴുതുന്നു. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് നൈട്രജൻ എന്ന് പറയുന്ന ഗ്യാസ്, നൈട്രജൻ വാതകം എടുക്കുമ്പോൾ വോളിയം എന്ന് പറയുന്നത് 10 ലിറ്റർ ആണ്. അറ്റ് ദാറ്റ് ടൈം ദ നമ്പർ ഓഫ് മോളിക്യൂൾ ഈസ് കൺസിഡർഡ് ആസ് എക്സ്. ഓക്സിജൻ എന്ന് പറയുന്നത് 5 ലിറ്റർ ഉണ്ട്, അപ്പോൾ ആ സമയത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് അറിയത്തില്ല. അതുപോലെ അമോണിയ എന്ന് പറയുന്നത് 10 ലിറ്റർ ഉണ്ട്, അവിടെ നമുക്ക് അറിയത്തില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വോളിയം അറിയത്തില്ല, ഇവിടെ 2x ആണ്. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ആ ടേബിൾ, ആ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഉള്ളത് നൈട്രജൻ 10 ലിറ്റർ എടുക്കുമ്പോൾ എക്സ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമുക്കറിയാവുന്ന കാര്യം, under the same conditions of temperature and pressure, when you take a different gases, then the volume is directly proportional to number of molecules. വോളിയം എന്ന് പറയുന്നത് മോളിക്യൂൾസിന്റെ എണ്ണത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഒരേ താപനിലയിലും മർദ്ദത്തിലും വ്യത്യസ്ത വാതകങ്ങൾ തുല്യ വ്യാപ്തം വീതം എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള തന്മാത്രകളുടെ എണ്ണവും തുല്യമായിരിക്കും. നമ്മൾ എവിടെയോ പഠിച്ചായിരുന്നത് അല്ലേ? നമ്മൾ എവിടെയോ പഠിച്ചായിരുന്നു. എവിടെ പഠിച്ചായിരുന്നു? നമ്മൾ അവോഗാഡ്രോ നിയമമൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നുള്ള കാര്യം പഠിച്ചായിരുന്നു. മോളിക്യൂൾസിന്റെ മോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞായിരുന്നു. ഒരേ താപനിലയിലും മർദ്ദത്തിലും വ്യത്യസ്ത വാതകങ്ങൾ ഒരേ വ്യാപ്തം വീതം എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾ ഈസ് ഓൾസോ സെയിം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടെമ്പറേച്ചറും പ്രഷറും വ്യാപ്തവും മർദ്ദവും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ദെൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനായിരിക്കും? തന്മാത്രകളുടെ എണ്ണത്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. 10 ലിറ്റർ ഗ്യാസ് എടുക്കുമ്പോൾ എക്സ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതേ കണ്ടീഷനിൽ നമ്മൾ അമോണിയം 10 ലിറ്റർ എടുക്കുകയാണെങ്കിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാകും? എക്സ് തന്നെ ആയിരിക്കും. നമ്പർ ഓഫ് മോളിക്യൂൾസ് വിൽ ബി ദ സെയിം, എക്സ് തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ എക്സ് ഇല്ല, പകരം എത്രയേ ഉള്ളൂ? സോറി, ഇവിടെ 10 ലിറ്റർ അല്ല, 5 ലിറ്ററേ ഉള്ളൂ. 10 ലിറ്റർ ഉണ്ടെങ്കിൽ എക്സ്, എങ്കിൽ 5 ലിറ്റർ ഉണ്ടെങ്കിൽ എത്രയായിരിക്കും? 5 ലിറ്റർ ആണെങ്കിൽ സിമ്പിൾ മാത്സ്, 5 ലിറ്റർ ആണെങ്കിൽ എന്തായിരിക്കും? x/2 ആയിരിക്കും. x/2 നമ്പർ ഓഫ് മോളിക്യൂൾസ്. തന്മാത്രകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ 5 ലിറ്റർ. 10ന്റെ പകുതിയാണല്ലോ 5. സോ തന്മാത്രകളുടെ എണ്ണം ഇതരായിട്ട് പകുതിയായിട്ട് കുറയും. അതുപോലെ ഇവിടെ 2x ഉണ്ട്, അതായത് തന്മാത്രകളുടെ എണ്ണം ഇരട്ടിയുണ്ട്. അങ്ങനെ അതിൻ്റെ വോളിയം എത്രയായിരിക്കും? ഇവിടെ വോളിയം ഇരട്ടിയാകും. സോ ദാറ്റ് ബിക്കംസ് 20 ലിറ്റർ. സിമ്പിൾ മാത്സ് ആണ്, കുഞ്ഞു മാത്സ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ നൈട്രജൻ 10 ലിറ്റർ ഉണ്ടായിരുന്നപ്പോൾ എക്സ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതേ കണ്ടീഷൻസിൽ തന്നെ ഞാൻ എടുക്കുന്നത് ഓക്സിജൻ 5 ലിറ്റർ എടുക്കുന്നുള്ളൂ, എങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറയും. ബിക്കോസ് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. എത്രയായിട്ട് കുറയും? 10 ലിറ്റർ പകുതിയായിട്ട് കുറഞ്ഞു. സോ അതുപോലെ നമ്പർ ഓഫ് മോളിക്യൂൾസും പകുതിയായിട്ട് കുറഞ്ഞു. സോ x/2. അടുത്ത അമോണിയം 10 ലിറ്റർ തന്നെയാണ്. ഏത് വാതകമായാലും ഒരേ താപനിലയും മർദ്ദത്തിലും തുല്യ വ്യാപ്തം എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള മോളിക്യൂൾസിന്റെ എണ്ണം, തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. സോ ഇവിടെ എക്സ് എന്ന് എടുത്തു. ഇവിടെ അടുത്ത് നോക്കി, ഇവിടെ 2x നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. മോളിക്യൂൾസിന്റെ എണ്ണം ഇരട്ടിയായി. സോ ഇറ്റ്സ് വോളിയം ഓൾസോ എത്രയായി? ഇരട്ടിയായിട്ട് മാറും. വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ വോളിയം എത്രയായിട്ട് മാറി? 20 ലിറ്റർ ആയിട്ട് മാറി. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത അതുമായിട്ട് ബന്ധപ്പെട്ട് വൺ മോർ ക്വസ്റ്റ്യൻ ഈസ് ദെയർ. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഗ്യാസ് ലോ ഈസ് ആപ്ലിക്കബിൾ ഹിയർ? ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഗ്യാസ് ലോ ഏതാണ്? വാതക നിയമം ഏതാണ്? അവോഗാഡ്രോസ് ലോ ആണ്. ഏത് നിയമമാണ്? അവോഗാഡ്രോ നിയമമാണ്. മനസ്സിലാവുമല്ലോ. സോ വി ആർ മൂവിങ് ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. Calculate the mass of 112 liter carbon dioxide gas kept at STP. Calculate the mass of 112 liter carbon dioxide gas kept at STP. STPയിൽ സ്ഥിതി ചെയ്യുന്ന 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ മാസ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മോളിക്കുലർ മാസ് is given, that is 44. How many molecules of carbon dioxide are present in it? One more question is there. How many molecules of carbon dioxide are present? അതിനകത്ത് എത്ര തന്മാത്ര കാർബൺ ഡൈ ഓക്സൈഡ്? 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുമ്പോൾ അതിനകത്ത് എത്ര തന്മാത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഈസി വേ ഉണ്ട്, ഒരു എളുപ്പ മാർഗ്ഗമുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് ആണ് ആദ്യം വരുന്നത്. 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് ആണ് ആദ്യം വേണ്ടത്. അതായത് 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുമ്പോൾ അതിന്റെ ഭാരമാണ് വേണ്ടുന്നത്. അതുപോലെ 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസും വേണം. മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണവും വേണം. അപ്പം ഇങ്ങനെ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ചെയ്യാനായിട്ട്, ഇത് വോളിയം അല്ല, എന്ത് ചോദിച്ചാലും ചെയ്യാനായിട്ടൊരു ഈസി മെത്തേഡ് ഉണ്ട്. മെത്തേഡ് നമ്മൾ ഇതിനൊക്കെ ഒരുപാട് എന്താ പറയുക, നമ്മൾ കുറച്ച് ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ മോൾസ്, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനെങ്കിൽ ഗ്രാം മോളിക്കുലർ മാസുകളുടെ എണ്ണം കണ്ടുപിടിക്കാനൊക്കെ ഫോർമുലകൾ പഠിക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെ ഒരു ലോജിക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഈ തരത്തിലുള്ള ഏത് പ്രോബ്ലം ചോദിച്ചാലും നമുക്ക് ചെയ്യാനായിട്ട് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക,
അറിഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, 1 മോൾ നമ്മളൊരു റിലേഷൻ അവസാനം പഠിച്ചു നിർത്തിയിട്ടുണ്ട്. 1 മോൾ ഈസ് ഈക്വൽ ടു, ഒരു മോൾ ഏതൊരു പദാർത്ഥം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് 6.022 ഗുണം 10⁻23 പാർട്ടിക്കിൾസ് കണികകളുണ്ട്. നിങ്ങൾക്കറിയാം, കണികൾ എന്ന് പറയുമ്പോൾ ആറ്റം ആകാം, തന്മാത്രകളാകാം, അയോൺസ് ആകാം, എന്തോ ആകാം. ഞാൻ ഒരു മോൾ തന്മാത്രയാണ് എടുക്കുന്നതെങ്കിൽ 6.02 × 10⁻23 തന്മാത്രകൾ. ഒരു മോൾ ആറ്റമാണ് എടുക്കുന്നതെങ്കിൽ 6.02 × 10⁻23 ആറ്റംസ്. അത് എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, ആറ്റമോ തന്മാത്രയോ എന്ത് വേണമെങ്കിലും ആകാം. അതുപോലെ അതിൻ്റെ മാസ്, ഒരു മോൾ ആറ്റമാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 GAM, 1 ഗ്രാം അറ്റോമിക മാസിന് തുല്യമായിരിക്കും ഫോർ ആറ്റംസ്. ആറ്റം ആണെങ്കിൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? 1 GAM തുല്യമായിരിക്കും. ഇനി നമ്മൾ എടുക്കുന്ന തന്മാത്രകളാണെങ്കിൽ ഇറ്റ്സ് മാസ് ഈസ് ഈക്വൽ ടു 1 ഗ്രാം മോളിക്കുലർ മാസ്. ഇപ്പം ഫോർ മോളിക്യൂൾസിൻ്റെ കേസിൽ അതിൻ്റെ മാസ് പറയുന്നത് 1 ഗ്രാം മോളിക്കുലർ മാസിന് ഈക്വൽ ആയിരിക്കും. ഇനി വ്യാപ്തമാണ്, വോളിയമാണ് വേണ്ടുന്നെങ്കിൽ 22.4 ലിറ്റർ അറ്റ് STP. STPയിൽ എത്ര ആയിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടുന്ന, നമുക്ക് തന്നിരിക്കുന്നത് വെച്ചുകൊണ്ട് നമ്മളിതങ്ങ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിവിടെ ഉള്ളത് 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതിൻ്റെ മാസ്സാണ് വേണ്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റിലേഷൻ അറിയാം, മോളും വോളിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ഏത് വാതകവും നമ്മൾ STPയിൽ എടുക്കുകയാണെങ്കിൽ 1 മോൾ എടുക്കുകയാണെങ്കിൽ വോളിയം ഈസ് ഈക്വൽ ടു 22.4 ലിറ്റർ. അതായത് ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നതെങ്കിൽ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണെങ്കിൽ വോളിയം ഈസ് ഈക്വൽ 22.4 ലിറ്റർ അറ്റ് STP. മനസ്സിലാവുമല്ലോ? 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇവിടെ ആകെ എത്രയുണ്ട്? 112 ലിറ്റർ ആണുള്ളത്. 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. അത് ഹൗ മെനി മോൾസ് നമുക്ക് അറിയാമോ? മോൾസ് അറിയുക, എത്ര മോളുകളാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത്, ഇവിടെ നമുക്ക് എന്ത് ഡേറ്റ തന്നാലും, വോളിയം തരാം, മാസ് തരാം, നമ്പർ ഓഫ് മോളിക്യൂൾസ് തരാം, നമ്പർ ഓഫ് ആറ്റംസ് തരാം, എന്ത് വേണമെങ്കിലും തരാം, എന്തോ തരട്ടെ. നമുക്ക് അത് തന്നിട്ട് അടുത്ത നമുക്ക് ചോദിക്കാം, വോളിയം തന്നിട്ട് മാസ് ചോദിക്കാം, വോളിയം തന്നിട്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് ചോദിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിട്ട് മാസ് ചോദിക്കാം, എന്തോ ആയിക്കോട്ടെ. നിങ്ങൾ ആദ്യം തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്ത് കണ്ടുപിടിക്കുക? മോൾ എണ്ണം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അതിനാണ് ഞാൻ ചെയ്തത് മോളും വോളിയം തമ്മിലുള്ള റിലേഷൻ മാത്രം. കാരണം ഇവിടെ തന്നിരിക്കുന്നത് വോളിയം ആയതുകൊണ്ട് മോളും വോളിയം തമ്മിലുള്ള റിലേഷൻ എടുത്തു. ദാറ്റ് ഈസ് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു 22.4 ലിറ്റർ. നമ്മുടെ കയ്യിലുള്ള 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത് നമുക്ക് എത്ര മോളുകളാണെന്ന് അറിയത്തില്ല. സോ ദാറ്റ് ഈസ് ടേക്കൻ ആസ് എക്സ് മോൾ. ഡയറക്റ്റാണ് ഞാൻ എത്ര എഴുതി? എക്സ് മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എഴുതി. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ, നമുക്ക് വോളിയം ആയതുകൊണ്ട് മോളും വോളിയം തമ്മിലുള്ള റിലേഷൻ എടുത്തു. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു 22.4 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP. സോ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് 112 ലിറ്റർ ആണ്. നമുക്ക് എത്ര മോളുകളാണെന്ന് അറിയത്തില്ല. സോ ദാറ്റ് ഈസ് ടേക്കൻ ആസ് എക്സ് മോൾ. 2 ഇക്വേഷൻസ് ഉണ്ട്. എക്സ് കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, കോണോട് കോൺ ഗുണിച്ചാൽ മതി. ആദ്യം ഞാൻ എക്സ് ഉള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. 22.4 ഇൻറ്റു എക്സിൻ്റെ വാല്യൂസ് മാത്രം എടുത്തു. 112 ഇൻറ്റു 1 112. Therefore x is equal to 112 by 22.4. Okay, ini simple calculation, simplifications. 112 into 10 by 224. ഓക്കെ, അതായത് മുകളിൽ താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തിനു വേണ്ടി? ഈ പോയിന്റ് മാറ്റാനായിട്ട്. ക്യാൻസൽ ചെയ്യാം. 2 ഇവിടെ കിട്ടുമ്പോൾ 5. സോ ദ ആൻസർ ഈസ് 5 മോൾ. ഇപ്പം നമ്പർ ഓഫ് മോൾസ് കിട്ടി. നമുക്ക് വേണ്ടുന്നത് മാസ്സാണ്. ഓക്കെ, നമുക്ക് മോളെണ്ണമല്ല വേണ്ടുന്നത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് മോളിലോട്ട് വന്നു. മോള് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് നമുക്ക് ഇനി എന്ത് വേണമെങ്കിലും പറയാം. കാരണം 1 മോൾ ഈസ് ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. 1 മോൾ ഈസ് ഈക്വൽ ടു 1 GAM ഓർ 1 GM. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന തന്മാത്ര ആയതുകൊണ്ട് തന്നെ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാസ് പറയും നമുക്ക് 5 മോളാണുള്ളത്. നമുക്ക് മോളും മാസും റിലേഷൻ എടുക്കുന്നു. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു 1 ഗ്രാം മോളിക്കുലർ മാസ് കാർബൺ ഡൈ ഓക്സൈഡ്. മോളും മാസാണ് വേണ്ടുന്നത്. സോ മാസ് തമ്മിലുള്ള റിലേഷൻ ഇതാണ്. 1 മോൾ എന്ന് പറയുന്നത് 1 ഗ്രാം മോളിക്കുലർ മാസിന് ഈക്വലാണ്. ഓക്കെ, മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗിവൻ, ദാറ്റ് ഈസ് 44. എങ്കിൽ 1 ഗ്രാം മോളിക്കുലർ മാസ് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ആയിരിക്കും? 44. ദ മോളിക്കുലർ മാസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. മോളിക്കുലർ മാസിനെ ഗ്രാമിൽ പറയുക. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. പക്ഷെ നമുക്ക് വേണ്ടുന്നത് എത്ര മോളിൻ്റെയാണ്? 5 മോളിൻ്റെയാണ് വേണ്ടുന്നത്. സോ 5 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു 5 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു 44 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് 220 എന്ന് വരും. 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അവസാനം എടുത്തെഴുതുക, ദ മാസ് ഓഫ് 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു 220 ഗ്രാം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പോൾ നമ്മൾ ചെയ്ത കാര്യം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? മോൾ എണ്ണം കണ്ടുപിടിച്ചു. ഇനി മോളും നമുക്ക് വേണ്ടുന്ന മാസ് ആയതുകൊണ്ട് മോളും മാസും റിലേഷൻ എടുത്തു. ഇവിടെ
കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് മോളിക്യൂൾ തന്മാത്ര ആയതുകൊണ്ട് 1 mole is equal to 1 gram molecular mass എന്ന് എടുത്തു. Therefore 5 mole is equal to 5 into 1 gram molecular mass or 5 into 44 ചെയ്ത് 220 gram എന്ന് കിട്ടി. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, മനസ്സിരുത്തി കാണുക, ആ സൈമൾട്ടേനിയസ് ആയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്ത് ആ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, മനസ്സിലാകാത്തവർ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുക, റിപ്പീറ്റ് ചെയ്ത് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇതിനകത്തുള്ള പ്രോബ്ലം സൈഡുകൾ മാത്രം ചെയ്യാനായിട്ട് ഞാനൊരു വീഡിയോ അടുത്തത് ചെയ്യുന്നതായിരിക്കും. പ്രോബ്ലം സൈഡ് ഈസി ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഈ ഒരു മെത്തേഡ് വെച്ച് കുറച്ചധികം പ്രോബ്ലംസ് ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ, വൺ മോർ ക്വസ്റ്റ്യൻ ഈസ് ദെയർ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. അതിനകത്തുള്ള തന്മാത്രകളുടെ എണ്ണം കാണാനാണ് പറഞ്ഞത്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഇപ്പോൾ 1 mole കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കിട്ടി, 112 liter കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 5 mole എന്ന് കിട്ടി. ഇനി 1 mole കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുമ്പോൾ മോളിക്യൂൾസിൻ്റെ എണ്ണം നമുക്കറിയാം. 1 mole കണ്ടെയ്ൻസ് അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. Therefore 5 mole കണ്ടെയ്ൻസ് 5 into അവോഗാഡ്രോ നമ്പർ. മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ തന്മാത്രകളുടെ എണ്ണവും മോളെണ്ണവും നമ്മൾ റിലേഷൻ എടുക്കുന്നത് 1 mole കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു 6.02 into 10⁻23 molecules. അങ്ങനെ പറയാൻ കാരണം കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ആണ്. സോ 1 mole കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുമ്പോൾ അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇനി കാർബൺ എന്ന് പറയുന്ന ആറ്റം മാത്രമായിരുന്നു 1 mole കാർബൺ കണ്ടെയ്ൻസ് അവോഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഇറ്റ് ഈസ് എ മോളിക്യൂൾ. സോ 6.02 into 10⁻23 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ആർ there. Therefore 5 mole കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു എത്ര എഴുതും നമ്മൾ? 5 into 6.02 into 10⁻23 ചെയ്യുമ്പോൾ 30.11 into 10⁻23 എന്ന് കിട്ടും. അത്രയും മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, ചെയ്ത് നോക്കിയാൽ മതി. മനസ്സിലായല്ലോ? ആ ചെയ്യുന്ന വിധം മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? പ്രോബ്ലം മനസ്സിലായോ? അപ്പോൾ ഇതിനകത്തുള്ള പ്രോബ്ലംസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായാലും 2 ക്വസ്റ്റ്യൻ മനസ്സിലായാലോ? ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദ സാമ്പിൾസ് ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന സാമ്പിളുകളിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ മോളെണ്ണം കണക്കാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. തന്മാത്രകളുടെ മോളെണ്ണം കണക്കുക. ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ ഈസ് ഗിവൻ. നൈട്രജന്റെ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 28 ഗ്രാം ആണെന്നും അതുപോലെ വാട്ടറിൻ്റെത് 18 ഗ്രാം ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, താഴെ നിൽക്കുന്ന സാമ്പിളിനകത്തുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് തന്മാത്രകളുടെ മോളെണ്ണം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉള്ളത് എ എന്ന് പറയുന്നത് 56 ഗ്രാം നൈട്രജനും അതുപോലെ ബി എന്ന് പറയുന്നത് 90 ഗ്രാം വാട്ടറുമാണുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന മാർഗം നമ്മൾ പറഞ്ഞു മോൾ എണ്ണമാണ് വേണ്ടുന്നത്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ആണ് വേണ്ടുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് മാസാണ്. അപ്പോൾ നമ്മളിവിടെ മോളും മാസം നമ്മൾ റിലേഷൻ എടുക്കുക. ഓക്കെ, ഇവിടെ മോളും മാസം നമ്മൾ അനുയോജ്യമായി, നമ്മൾ നേരത്തെ വോളിയമാണ് തന്നിരുന്നത്. സോ വോളിയത്തിൽ നിന്ന് മോളിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മോളും വോളിയം നമ്മൾ റിലേഷൻ എടുത്തത്. ഇവിടെ നമുക്ക് മാസാണ് തന്നത്. മാസ് ഇസ് ഗിവൺ 56 ഗ്രാം നൈട്രജൻ, 90 ഗ്രാം നൈട്രജൻ, വാട്ടർ. അപ്പോൾ അവിടെ മാസാണ് തന്നിരിക്കുന്നത്. സോ മാസും മോളും നമ്മൾ റിലേഷൻ എടുക്കുന്നു. സോ മാസും മോൾ എ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. 56 ഗ്രാം നൈട്രജൻ ചെയ്യുമ്പോൾ 1 mole നൈട്രജൻ ഈസ് ഈക്വൽ ടു, നൈട്രജൻ ഈസ് എ മോളിക്യൂൾ. സോ മാസ് പറയുന്നത് 1 gram മോളിക്കുലാർ മാസ് നൈട്രജൻ. നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ മാസും മോളും നമ്മൾ റിലേഷൻ അതാണ്. ഈ നൈട്രജന്റെ ഗ്രാം മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 28 ഗ്രാം ആണ് തന്നിട്ടുണ്ട്. സോ 1 mole നൈട്രജൻ ഈസ് ഈക്വൽ ടു 28 ഗ്രാം നൈട്രജൻ. അത്രയും നമ്മൾ എഴുതി. ഇനി നമ്മുടെ കയ്യിലുള്ളത് എത്രയാണ്? 56 ഗ്രാം നൈട്രജൻ ആണുള്ളത്. സോ അത് നമുക്ക് എത്ര മോളുകളാണെന്ന് അറിയത്തില്ല. സോ ദാറ്റ് ഈസ് ടേക്കൺ ആസ് എക്സ് മോൾ. ഓക്കെ, ഇനി എക്സ് കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 28 into x is equal to 56 into 1. x is equal to 56 by 28 which is equal to 2 mole. 2 mole molecules are present in it. ഓക്കെ, അത് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ അതായത് നമുക്കിവിടെ മാസ് തന്നതുകൊണ്ട് മാസും മോളും നമ്മൾ റിലേഷൻ എടുത്തു. നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ആണ് വേണ്ടുന്നത്. തന്മാത്രകളുടെ മോളെണ്ണമാണ് വേണ്ടുന്നത്. അതുകൊണ്ട് നമ്മൾ മാസും മോളും തമ്മിലുള്ള ബന്ധമാണ് എടുത്തത്. 1 mole is equal to 1 gram മോളിക്കുലർ മാസ് എടുത്തു. 1 mole നൈട്രജൻ ആയതുകൊണ്ട് 1 gram മോളിക്കുലർ മാസ് നൈട്രജൻ. 1 mole നൈട്രജൻ്റെ വില കൊടുത്തു 28 ഗ്രാം. നമ്മുടെ കയ്യിലുള്ളത് 56 ഗ്രാമാണ്. ദാറ്റ് ഈസ് ടേക്കൺ ആസ് എക്സ് മോൾ. സോ എക്സ് കണ്ടുപിടിച്ചു, 2 mole എന്ന് കിട്ടി. അതേ മെത്തേഡ് നമുക്ക് 90 ഗ്രാം വാട്ടറും ചെയ്യാം. 1 mole വാട്ടർ ഈസ് ഈക്വൽ ടു 1 gram മോളിക്കുലർ മാസ് വാട്ടർ. 1 gram മോളിക്കുലർ മാസിൻ്റെ വാട്ടറിൻ്റെ മാസ് 18 ഗ്രാം ആണ്. സോ 1 mole വാട്ടർ ഈസ് ഈക്വൽ ടു 18 ഗ്രാം വാട്ടർ. സോ 90 ഗ്രാം വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ എക്സ് മോൾ എന്ന് എടുക്കുന്നു. ദസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ്. ചെയ്ത് നോക്കുക. 90/18 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 5 mole എന്ന് വരും. 5 mole. ഓക്കെ, ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയുക, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോളിക്കുലർ മാസ് ഓഫ് അമോണിയ ഈസ് 17. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അമോണിയയുടെ തന്മാത്രാ ഭാരം 17 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ മോളിക്കുലർ മാസ് ഓഫ് അമോണിയ ഈസ് 17. അമോണിയയുടെ തന്മാത്രാ ഭാരം മോളിക്കുലർ മാസ്
17 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗ മച്ച് ഈസ് ദ ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് അമോണിയ? അമോണിയയുടെ മോളിക്കുലർ മാസ് 17 ആണെങ്കിൽ ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് അമോണിയ ഈസ് ഈക്വൽ ടു 17 ഗ്രാം. ദാറ്റ്സ് ഓൾ. തന്മാത്രാ ഭാരം ഗ്രാം മോളിക്കുലർ മാസ് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലർ മാസിന് എന്ത് ചെയ്യുക, ഗ്രാമിൽ പറയുക. സോ 17 ഗ്രാം എന്ന് വരും. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 170 ഗ്രാം ഓഫ് അമോണിയ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് 170 ഗ്രാം അമോണിയക്കകത്തുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും നിങ്ങൾ? നമുക്ക് മോളും മാസും റിലേഷൻ 1 മോൾ അമോണിയ ഈസ് ഈക്വൽ ടു 1 ഗ്രാം മോളിക്കുലർ മാസ് അമോണിയ. 1 മോൾ ഈസ് ഈക്വൽ ടു 17 ഗ്രാം അമോണിയ. ഇനി 170 ഗ്രാം അമോണിയ ഈസ് ഈക്വൽ ടു എക്സ് മോൾ എന്ന് കൊടുക്കുക, എക്സ് കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കുക, 10 മോൾസ് എന്ന് ആൻസർ വരും. ദെൻ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് അമോണിയ മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദ എബോവ് സാമ്പിൾ ഓഫ് അമോണിയ. അതിനകത്തുള്ള അപ്പോൾ നമുക്ക് 10 മോൾ എന്ന് കിട്ടിയില്ലേ? 10 മോളിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുക. 10 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഓക്കെ, ബിക്കോസ് 1 മോൾ അമോണിയ ഈസ് ഈക്വൽ ടു 6.02 × 10⁻23. therefore 10 മോൾ ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഞാൻ മനഃപൂർവ്വം ചെയ്ത് കാണിക്കാതെ തന്നെ വേറൊന്നുമല്ല, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക, മനസ്സിലായി നോക്കുക. നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തും, ഞാനത് കൃത്യമായിട്ട് ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം, അടുത്തൊരു വീഡിയോ കൂടി ഇട്ട് പറഞ്ഞു തരാം. ഓക്കെ, ദെൻ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ ഈസ് 32. ഓക്സിജൻ്റെ തന്മാത്രാ ഭാരം 32 ആണ്. വാട്ട് ഈസ് ദ ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ? എത്രയായിരിക്കും? 32 ഗ്രാം ആയിരിക്കും. ഹൗ മെനി മോൾസ് ഓഫ് മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ 64 ഗ്രാം ഓഫ് ഓക്സിജൻ? ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്? അപ്പോൾ ആ 64 ഗ്രാം ഓക്സിജനകത്തുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ 64/32, അതായത് നമ്മൾ ഇങ്ങനെ ചെയ്യും, ഗ്രാം 1 മോൾ ഓക്സിജൻ ഈസ് ഈക്വൽ ടു 1 ഗ്രാം മോളിക്കുലർ മാസ് ഓക്സിജൻ. അതായത് 1 മോൾ ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 32 ഗ്രാം ഓക്സിജൻ ആണ്. നമുക്ക് വേണ്ടുന്നത് 64 ഗ്രാം ഓക്സിജനകത്തുള്ള മോൾ എണ്ണമാണ്. ദാറ്റ് ഈസ് ടേക്കൺ ആസ് എക്സ് മോൾ ഓക്സിജൻ. എക്സ് കണ്ടുപിടിക്കാനായിട്ട് 32x ഈസ് ഈക്വൽ ടു 64. x ഈസ് ഈക്വൽ ടു 64/32 വിച്ച് ഈസ് ഈക്വൽ ടു 2 മോൾ എന്ന് വരും. അതിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടി വേണം. therefore 1 മോൾ ഓക്സിജൻ ഈസ് ഈക്വൽ ടു 6.02 × 10⁻23 മോളിക്യൂൾസ്, ഓക്സിജൻ മോളിക്യൂൾസ്. therefore 2 മോൾ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 2 ഇൻറ്റു 6.02 × 10⁻23 മോളിക്യൂൾസ്. അത്രയേ ഉള്ളൂ, തന്മാത്രയുടെ എണ്ണമായി. അവിടെ സി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നല്ല ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസന്റ് ഇൻ 64 ഗ്രാം ഓഫ് ഓക്സിജൻ. അതായത് ഈ പറഞ്ഞ സാമ്പിളിനകത്തുള്ള 64 ഗ്രാം ഓക്സിജനകത്തുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം വേണം. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് തന്മാത്രകളുടെ എണ്ണമാണ്. അതായത് നമ്മൾ 2 മോൾ ഓക്സിജൻ എടുക്കുമ്പോൾ 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ. ഓക്സിജൻ മോളിക്യൂൾ നമ്മൾ O2 എന്ന് എഴുതും. ഇങ്ങനെ O2 എന്ന് പറഞ്ഞുകൊണ്ട് 2 ഇൻറ്റു ചെയ്യുമ്പോൾ 12.04 × 10⁻23 O2 മോളിക്യൂൾസ് ഉണ്ട്. O2. ഇനി നമ്മൾ ഒരു തന്മാത്ര ഓക്സിജൻ എടുക്കുക. വെൻ യു കൺസിഡർ എ മോളിക്യൂൾ ഓഫ് ഓക്സിജൻ, ഒരു തന്മാത്ര ഓക്സിജൻ എടുക്കുമ്പോൾ വി ഹാവ് 2 ആറ്റംസ്. 2 ആറ്റങ്ങളുണ്ട്. മനസ്സിലാവുമല്ലോ, ഒരു തന്മാത്ര എടുക്കുമ്പോൾ 2 ആറ്റങ്ങൾ. ബിക്കോസ് O2 ഈസ് എ മോളിക്യൂൾ. O2 എന്ന് പറയുമ്പോൾ 2 ആറ്റംസ്. ഓക്കെ, ഒരു ഓക്സിജൻ തന്മാത്ര എടുക്കുമ്പോൾ 2 ആറ്റങ്ങൾ. അങ്ങനെ ഇത്രയും ഓക്സിജൻ തന്മാത്ര എടുക്കുമ്പോഴോ, therefore നമ്മുടെ കയ്യിൽ ആകെയുള്ളത് 64 ഗ്രാമാണ്. 64 ഗ്രാമിനകത്ത് ഇത്രയും തന്മാത്ര ഉള്ളൂ. 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ 2 ഇൻറ്റു 6.02 × 10⁻23 O2 molecules. Then therefore the number of atoms present in 2 into 6.02 × 10⁻23 O2 molecule is equal to, ഒരു തന്മാത്രയ്ക്കകത്ത് 2 ആറ്റംസ് എങ്കിൽ ഇത്രയും തന്മാത്രയ്ക്കകത്ത് 2 into 6.02 × 10⁻23 which is equal to 4 into 6.022 × 10⁻23. ഇത്രയും എന്തുണ്ടായിരിക്കും? ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഒരു തന്മാത്ര ഓക്സിജനകത്ത് 2 ആറ്റങ്ങൾ എങ്കിൽ 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിനകത്ത് 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇത്രയാണ് നമ്മുടെ ലെറ്റർ സസ്സിനകത്തുള്ളത്. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതിനകത്തുള്ള പ്രോബ്ലംസ് ആയിട്ട് കംപ്ലീറ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇതിനകത്തുള്ള പ്രോബ്ലംസ്, അതായത് ഈ മോൾ കോൺസെപ്റ്റിനകത്തുള്ള പ്രോബ്ലംസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കാണുക. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രീതിയിൽ കുറച്ച് പ്രോബ്ലംസ് മാത്രം അടങ്ങുന്ന ഒരു വീഡിയോ കൂടി അടുത്ത ദിവസങ്ങളിൽ ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കാം. ഓക്കെ, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക, മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ നന്ദി, നമസ്കാരം.